ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്നത്തെ ടോപ്പിക്ക് റീകൺസ്ട്രക്റ്റിംഗ് ദി അറ്റാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പം വി ഹാവ് ടു യുനോ അതിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്ത് എന്താണ് സംഭവിച്ചത്, ഏത് സമയത്ത് സംഭവിച്ചു, അതുകൊണ്ട് എന്താണ് സൈഡ് എഫക്ട്സ് ഉണ്ടായത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. അതിന് ചെയ്യേണ്ടത്, നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ എവിഡൻസിനെ കളക്ട് ചെയ്തു. ഈ കളക്ട് ചെയ്ത എവിഡൻസിനെ അനലൈസ് ചെയ്ത് എവിഡൻസ് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വൽ ഇവന്റ്സ് എന്താ സംഭവിച്ചതെന്ന് ബിൽഡ് ചെയ്യും അതിൽ നിന്നും. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിനെല്ലാം ഫുൾ ഡോക്യുമെന്റേഷൻ വേണം. ലേറ്റർ ഓൺ എന്തെങ്കിലും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റണം നമ്മുടെ റിസൾട്ട്സ് വേറൊരാൾ ചെയ്താലും അതേ സെയിം റിസൾട്ട്സ് കിട്ടും എന്ന് നമുക്ക് കാണിക്കാനായിട്ട് പറ്റണം. ഓക്കെ, ഇനി വൈ ടൈം ഇസ് ഇമ്പോർട്ടൻറ്റ്. റീകൺസ്ട്രക്ടിങ് ഓഫ് ദ ഇവന്റ്സ് ഇസ് ഡൺ ടു ക്രിയേറ്റ് എ ടൈം ലൈൻ. അപ്പം നമ്മുടെ ലോഗ്സും ടൈം സ്റ്റാമ്പ്സും അങ്ങനത്തെ ആ സീക്വൻസ് ഓഫ് ഇവന്റ്സ് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കറപ്റ്റഡ് ആകാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഓക്കെ, പക്ഷേ കമ്പ്യൂട്ടറിന്റെ കേസിൽ ക്ലോക്ക് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടാവാം, റിപ്പോർട്ട് ഡിലേ ചെയ്തായിരിക്കാം ലോഗ് ചെയ്യുന്നത്, അങ്ങനെ ടൈം സോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാകാം. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുമ്പം ഈ ലോഗിൻ്റെ അകത്ത് തന്നെ ടൈം കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ എവിഡൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ടൈമിൻ്റെ കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആൻഡ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം വെൻ കളക്ടിങ് ദ എവിഡൻസ്. വൺ, സിസ്റ്റത്തിന്റെ ക്ലോക്കിനെ ഒരിക്കലും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ലാഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടൈം സോൺ ഡിഫറെൻ്റ് ആണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഒരിക്കലും ആ അഫക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ ക്ലോക്കിനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. എന്താണ് ഡ്രിഫ്റ്റോ ടൈം സോണോ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുവാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളത് ഡോക്യുമെന്റ് ചെയ്യുവാണ് ചെയ്യേണ്ടത്, സോ ദാറ്റ് ലേറ്റർ ഓൺ വി ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, പിന്നെ ക്ലോക്കിനെ മാറ്റിക്കഴിഞ്ഞാൽ അനദർ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേഞ്ചസ് ഒന്നും വരുത്തരുത് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഫോറൻസിക് അനാലിസിസ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബാക്കപ്സിലൂടെ. ഇനി ബാക്കപ്പ് അനലൈസ് ചെയ്യുമ്പം ബെറ്റർ ഇസ്, ബാക്കപ്പ് ആണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈവ് ഡേറ്റ അല്ല, അത് നമ്മൾ ഇതുപോലെ ആർക്കൈവ് ചെയ്ത് വെച്ചിരിക്കുന്നതോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതോ ഡേറ്റയാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിൽ ഇത് ചെയ്യുന്നതാണ് ബെറ്റർ. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവിഡൻസ് എക്സാമിൻ ചെയ്യുന്ന ഹോസ്റ്റ് തന്നെ, ആ സിസ്റ്റം തന്നെ സെക്യൂർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. എന്ന് വെച്ചാൽ നേരത്തെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു കാര്യങ്ങളും ഇപ്പോഴത്തെ ഡേറ്റയോ ഇപ്പോഴത്തെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സിനെയോ അഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അത് കൂടാതെ അത് മറ്റ് നെറ്റ്വർക്കിൽ നിന്നും ഐസൊലേറ്റഡ് ആയിരിക്കണം, സോ ദാറ്റ് ഒന്ന് ഇറ്റ് വിൽ നോട്ട് കോസ് ഇൻഫെക്ഷൻ ടു അതർ സിസ്റ്റംസ് ഓൺ ദ നെറ്റ്വർക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഫ്രഷ് ഇൻസ്റ്റലേഷനും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കുമ്പം മറ്റുള്ളവർ ഈ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ ടാമ്പർ ചെയ്യാനായിട്ടുള്ള ചാൻസസ് കുറവായിരിക്കും. അതേപോലെ തന്നെ ഉള്ളിടത്തേക്ക് കറപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റയോ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ഫയൽസോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനും ചാൻസസ് കുറവായിരിക്കും. സോ ഇറ്റ് പ്രിവെന്റ്സ് ടാമ്പർ ആൻഡ് പ്രിവെന്റ്സ് പ്രൊപ്പഗേഷൻ ഓഫ് കറപ്റ്റഡ് ഫയൽസ്. ഓക്കെ, ഇനി റീകൺസ്ട്രക്ടിങ് ദി അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ ഉപയോഗിച്ച് ചെയിൻ ഓഫ് ഇവന്റ്സ്, സീക്വൻസ് ഓഫ് ഇവന്റ്സിനെ ബിൽഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഒരു അറ്റാക്ക് നടക്കുന്നതിന് മുമ്പ് എന്ത് നടന്നു എന്ന് മാത്രമല്ല, അറ്റാക്ക് നടന്നു കഴിഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, അറ്റാക്കർ ബ്രേക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് കാര്യങ്ങളെയാണ് ആക്സസ് ചെയ്ത്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ ശ്രമം എന്ന് പറയും. അതിന് നമ്മൾ ചെയ്യുന്നത് വി ആർ കോറിലേറ്റിംഗ് ദ എവിഡൻസ് ഗ്യാതേർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. നോർമലി ടൈം സ്റ്റാമ്പ്സ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദർ ആർ കുറേ ടൂൾസ് ഉണ്ടാവും. നമ്മൾ ഗ്രാഫിക്കൽ ടൂൾസും ഡയഗ്രാംസും സ്പ്രെഡ്ഷീറ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ എവിഡൻസിനെ കോറിലേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഓക്കെ, ഇനി എവിഡൻസിൽ എല്ലാ എവിഡൻസും
നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കും. എത്ര സ്മോൾ ആണെങ്കിലും ഒരു ഡീറ്റെയിൽസ് മിസ്സാകാതെ റീകൺസ്ട്രക്ട് ചെയ്യാനായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, now that was about reconstructing the attack after evidence collection. Now, നേരത്തെ ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഡിജിറ്റൽ എവിഡൻസ്. ഓക്കെ, 3 ക്രിമിനൽ എവിഡൻസിനെ പ്രസന്റ് ചെയ്യണമെങ്കിൽ, ദാറ്റ് ഇസ് കോർട്ടിൽ അഡ്മിസിബിൾ ആയിരിക്കണമെങ്കിൽ 3 റൂൾസ് ഉണ്ട്. ക്രിമിനൽ എവിഡൻസ് റൂൾസ് എന്ന് പറയും. ഒന്ന്, ഒത്തന്റിക്കേഷൻ. ഓക്കെ, അത് കറക്റ്റ് ഒറിജിനൽ ഡേറ്റ തന്നെയാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് എവിഡൻസ് റൂൾ, ഏറ്റവും നല്ല എവിഡൻസ് ഇതാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് ഐ ടോൾഡ് യു ഏർലിയർ ദാറ്റ് 2 തരം എവിഡൻസ് ആണുള്ളത്, ടെസ്റ്റിമോണിയൽ ആൻഡ് ഹിയർസേ. ടെസ്റ്റിമോണിയൽ കോർട്ടിൽ അഡ്മിസിബിൾ ആണ്, ഹിയർസേ കോർട്ടിൽ അഡ്മിസിബിൾ അല്ല. ബട്ട് ദർ ആർ സം എക്സെപ്ഷൻസ് ടു ദ ഹിയർസേ റൂൾ. അപ്പം ഈ എക്സെപ്ഷൻസ് ഉള്ള റൂളുകൾ അഡ്മിസിബിൾ ആണ് കോർട്ടിൽ. സോ ഈ 3 റൂൾസ് ഇനി നമുക്ക് നോക്കാം. ഒന്ന്, ഒത്തന്റിക്കേഷൻ. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന എവിഡൻസ് ഒറിജിനലിന്റെ ട്രൂ കോപ്പിയാണ്, ഇറ്റ് ഇസ് ദ ബെസ്റ്റ് എവിഡൻസ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വരുന്നത്. ഓക്കെ, ഇനി അലവബിൾ ആയിട്ടുള്ള എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു കൺഫെഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കുന്ന ഒരു കൺഫെഷൻ ആണ്, അല്ലെങ്കിൽ ബിസിനസ് ഓർ ഒഫീഷ്യൽ റെക്കോർഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒറിജിനൽ തന്നെ വേണം എന്നില്ല, ട്രൂ കോപ്പി ആണെങ്കിലും ഓർ കോപ്പി ഓഫ് കോപ്പീസ് ആണെങ്കിലും അക്സെപ്റ്റബിൾ ആയിരിക്കും. ഓക്കെ, ഈ ഒത്തന്റിക്കേഷൻ റൂളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന റൂൾ. പക്ഷേ എന്തെല്ലാം കാര്യങ്ങളാണ് ഒത്തന്റിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പല പ്രാക്ടീഷണേഴ്സിനും വേറെ വേറെ അഭിപ്രായങ്ങളുണ്ട്. ഓക്കെ, അടുത്തത് ഡോക്യുമെന്റേഷൻ ഗുഡ് ആയിരിക്കും. കാരണം ഡോക്യുമെന്റേഷൻ പ്രോപ്പറായിട്ടല്ല ചെയ്തിരിക്കുന്നെങ്കിൽ നമ്മൾ ചിലപ്പം കുറേ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം നമ്മളെ എവിഡൻസ് വിറ്റ്നസ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ, ഒരു എക്സ്പേർട്ട് വിറ്റ്നസ് ആയിട്ട് കോർട്ടിൽ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മളെ വിളിക്കുന്നത്. ആ സമയത്ത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആ ചെയ്ത പ്രൊസീജിയേഴ്സ് നമ്മൾ തന്നെ മറന്നുപോയിട്ടുണ്ടാവും, മറ്റുള്ളവരെ നമുക്ക് കൺവിൻസ് ചെയ്യാനായിട്ടും പറ്റത്തില്ല. ഓക്കെ, ബിക്കോസ് അവർ മെമ്മറി വിൽ നോട്ട് ബി ദാറ്റ് ഗുഡ്. എന്നാൽ ഗുഡ് റിട്ടൺ റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ റെക്കോർഡ്സ് വായിക്കുമ്പോൾ നമ്മുടെ മെമ്മറി റിഫ്രഷ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പ്രോപ്പർ ഡോക്യുമെന്റേഷൻ കീപ്പ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, നമുക്ക് സമയം കുറവായിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി പീപ്പിൾ സ്റ്റാർട്ട് ടു ടേക്ക് ഷോർട്ട് കട്ട്സ്. അപ്പൊ ആവശ്യത്തിനുള്ള സമയം ഇല്ലാതിരിക്കുക, പ്രോപ്പർ എക്വിപ്മെന്റ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ മറ്റു റിസോഴ്സസ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ഡോക്യുമെന്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നത്. ഓക്കെ, അടുത്തത് പ്രിസർവേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ നോക്കി. പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പ്രിസർവേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. പ്രിസർവേഷൻ പ്രോപ്പറായിട്ട് ഡേറ്റ കറക്റ്റായിട്ട് പ്രിസർവ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്തോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എറർ ഉണ്ടാവാനും, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷനോ മിസ്ഹാൻഡിലിങ്ങോ കണ്ടാമിനേഷനോ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഡേറ്റ പ്രോപ്പറായിട്ട് നമ്മൾ പ്രിസർവ് ചെയ്യണം. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ്, അഥവാ പ്രോപ്പർ പ്രിസർവേഷൻ ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ നമുക്ക് പ്രശ്നമായിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എവിഡൻസ് നമുക്ക് ലോ എൻഫോഴ്സ്മെന്റിന് യൂസ് ചെയ്യാനോ പ്രസന്റ് ചെയ്യാനോ പറ്റത്തില്ല. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇറ്റ് മൈറ്റ് ഇംപ്ലിക്കേറ്റ് ദ ഇന്റഗ്രിറ്റി ഓഫ് ദ ലോ എൻഫോഴ്സ്മെന്റ് ആൻഡ് ക്രൈം ലാബ്സ്. എന്ന് വെച്ചാൽ അവർ മനഃപൂർവ്വം അത് പ്രോപ്പറായിട്ട് ചെയ്യാനാണ് എന്നുള്ള ഒരു അലഗേഷൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് ഡേറ്റ പ്രിസർവ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ് ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. സോ ഓരോ സ്റ്റേജിലും ആരാണ് ആ ഡേറ്റ ഹാൻഡിൽ ചെയ്തത്, എന്താണ് ചെയ്തത്, എന്താണ് അതിന്റെ റിസൾട്ട്സ് വന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും റെക്കോർഡഡ് ആയിരിക്കുമ്പോൾ സംബഡി വിൽ ബി അക്കൗണ്ടബിൾ. ഓക്കെ, കമ്പ്യൂട്ടർ എവിഡൻസ് പ്രോസസ്സിംഗ് സ്റ്റെപ്സ് എന്തെല്ലാമാണ് നമ്മൾ ഓൾറെഡി ഇന്നലെ പല കാര്യങ്ങളും നമ്മൾ നോക്കി. കമ്പ്യൂട്ടർ എവിഡൻസ് ബൈ ഇറ്റ്സ് നേച്ചർ ഇറ്റ് സെൽഫ് ഇസ് ഫ്രജൈൽ. ഓക്കെ, അപ്പൊ അത് പെട്ടെന്ന് കറപ്റ്റഡ് ആകാനോ ഡിലീറ്റഡ് ആകാനോ ഒക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. ആൻഡ് വെൻ വി ആഡ് ടു ദാറ്റ് ഡിസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്, ഹിഡൻ ഡേറ്റ, കൂടുതൽ പ്രശ്നങ്ങളാണ് എവിഡൻസിന് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്.
അതുകൊണ്ട് ഈവൻ നോർമൽ ഓപ്പറേഷൻ നമ്മൾ എന്ത് സംഭവം നമ്മൾ റൺ ചെയ്താലും എവിഡൻസ് ഡിസ്ട്രോയ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം എവിഡൻസ് ക്യാൻ ബി ഇൻ ചിലപ്പോൾ അൺഅലൊക്കേറ്റഡ് സ്പേസിലോ ഫയൽ സ്ലാക്കിലോ വിൻഡോസിന്റെ സ്വാപ്പ് ഫയലുകളിലോ ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു സംഭവം റൺ ചെയ്യുമ്പോൾ അത് ഓവർറൈറ്റ് ആകാനോ ഡിലീറ്റ് ആകാനോ ഒക്കെ ഉള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗൈഡ് ലൈൻസ്, ഈ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ 16 ഗൈഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നോർമലി നമ്മൾ ഈ എവിഡൻസിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ 1, ഷട്ട് ഡൗൺ ദ കമ്പ്യൂട്ടർ. ഓക്കെ, നൗ റിമെമ്പർ, ഷട്ട് ഡൗൺ ദ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഇതിന് സ്റ്റെപ്പിന് മുമ്പ് ചെയ്യാനായിട്ടുണ്ട്. അത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഡോക്യുമെന്റ് ദ കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം, ട്രാൻസ്പോർട്ട് ദ സിസ്റ്റം ടു എ സെക്യൂർ ലൊക്കേഷൻ, മേക്ക് ബാക്കപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി ആ സിസ്റ്റത്തിൽ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കോപ്പീസ് എടുത്തിട്ടാണ് നമ്മൾ ആ കോപ്പിയുടെ കോപ്പീസയിലാണ് നമ്മൾ എന്ത് കാര്യങ്ങളും പ്രോസസ് ചെയ്ത് ചെയ്യുന്നത്. സോ ഓൾവേസ് വി ഹാവ് ദാറ്റ് ഒറിജിനൽ ഡേറ്റ. ഓക്കെ, സോ മേക്ക് ബിറ്റ് സ്ട്രീം ബാക്കപ്സ് ഓഫ് ഹാർഡ് ഡിസ്ക് ആൻഡ് ഫ്ലോപ്പി ഡിസ്ക്സ് ഉണ്ടെങ്കിൽ authenticate the data mathematically on storage devices. എന്ന് വെച്ചാൽ മാക്ക് ഡൈജസ്റ്റോ മെസ്സേജ് ഡൈജസ്റ്റുകളോ അല്ലെങ്കിൽ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ചെക്ക് സംസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഓക്കെ, പിന്നെ ഡോക്യുമെന്റ് ദ സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ ആ സിസ്റ്റം കോൺഫിഗറേറ്റ് ചെയ്ത സിസ്റ്റത്തിന്റെ ഡേറ്റും ടൈമും വേണം. മേക്ക് എ ലിസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ മേക്ക് എ ലിസ്റ്റ് ഓഫ് സെർച്ച് വേർഡ്സ്, എന്തൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടതെന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക കീവേഡ്സിന്റെ. ദെൻ ഇവാലുവേറ്റ് മറ്റ് ഏരിയകൾ, ഹിഡൻ ആയിട്ട് എവിഡൻസ് കിടക്കാൻ ചാൻസ് ഉള്ള ഏരിയകൾ, വിൻഡോസ് സ്വാപ്പ് ഫയല്, ഫയൽ സ്ലാക്ക്, അൺഅലൊക്കേറ്റഡ് സ്പേസ് ഓർ ഇറേസ്ഡ് ഫയൽസ്, ആൻഡ് ദെൻ search files, file slack and unallocated space with the keywords. ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ സെർച്ച് ചെയ്യുക ഫോർ വിത്ത് യൂസിങ് ദ കീവേഡ്സ്. പിന്നെ ഡോക്യുമെന്റ് ദ ഫയൽ നെയിംസ്, ഡേറ്റ്സ് ആൻഡ് ടൈംസ്, ഐഡന്റിഫൈ ഫയൽസ്, പ്രോഗ്രാംസ്, സ്റ്റോറേജ് അനോമലീസ്, എന്തെങ്കിലും കറപ്റ്റഡ് ഏരിയ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അനോമലീസ് എല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക. ഫൈനലി ഇവാലുവേറ്റ് പ്രോഗ്രാം ഫങ്ഷനാലിറ്റി എന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രോഗ്രാം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഫങ്ഷനാലിറ്റി ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ എല്ലാ ഫൈൻഡിങ്സും ഡോക്യുമെന്റ് ചെയ്ത് കോപ്പീസ് ഓഫ് ദ സോഫ്റ്റ്വെയർ യൂസ്ഡും നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കുക. സോ ദാറ്റ് സംബഡി എൽസ് ഓൾസോ വെൻ ദേ ഡു ദ സെയിം സ്റ്റെപ്സ് ദേ വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്സ് ആസ് വി ഡിഡ്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ കിട്ടിയ എവിഡൻസിനെ അനലൈസ് ചെയ്യുന്നത്. നൗ ലീഗൽ ആസ്പെക്ട് ഓഫ് കളക്ടിങ് ആൻഡ് പ്രിസർവിങ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ് എവിഡൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ലീഗൽ ആസ്പെക്ട് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്ന പ്രോപ്പർ എവിഡൻസ് ആണ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. ചെയിൻ ഓഫ് കസ്റ്റഡി നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ ചെയിൻ ഓഫ് കസ്റ്റഡി ഈസ് എ റോഡ് മാപ്പ് ഷോയിങ് ഹൗ ദ എവിഡൻസ് വാസ് കളക്റ്റഡ്, അനലൈസ്ഡ് ആൻഡ് പ്രിസർവ്ഡ്, ആൻഡ് ദിസ് ഇസ് ആൻ എവിഡൻസ് ഇൻ കോർട്ട്. അപ്പൊ ക്ലിയർ ചെയിൻ ഓഫ് കസ്റ്റഡി നമുക്ക് കാണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എങ്ങും ഓൾട്ടറേഷൻ ഒരു സ്കോപ്പ് ഇല്ല എന്ന് എനിക്ക് കാണിക്കാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ എവിഡൻസ് അഡ്മിസിബിൾ ആയിരിക്കും കോർട്ടിൽ. ഓക്കെ, സോ ടു ഡെമോൺസ്ട്രേറ്റ് ചെയിൻ ഓഫ് കസ്റ്റഡി ട്രസ്റ്റ് വർതി ആണ് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റണമെങ്കിൽ 4 കാര്യങ്ങളാണ്. ഒന്ന്, വി ഹാവ് ടു ഷോ ദാറ്റ് ഒരു ഡേറ്റയും ആഡ് ചെയ്തിട്ടില്ല, ചേഞ്ച് ആയിട്ടില്ല എന്ന് നമുക്ക് കാണിക്കാൻ പറ്റണം. 2, കംപ്ലീറ്റ് കോപ്പിയാണ് നമ്മൾക്ക് ഉള്ളത്, കംപ്ലീറ്റ് കോപ്പി ഓഫ് ദ ഡിസ്കോ സിസ്റ്റം ആണ് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റണം. റിലയബിൾ കോപ്പിയിങ് പ്രോസസ്സാണ് ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റണം. ആൻഡ് സ്റ്റോർ ചെയ്തിരുന്ന മീഡിയ എല്ലാം സെക്യൂർ ആയിട്ടാണ് സ്റ്റോർ ചെയ്തത് എന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റണം. ഈ 4 കാര്യങ്ങൾ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ചെയിൻ ഓഫ് കസ്റ്റഡി നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വാട്ട് ആർ ദ ലീഗൽ റിക്വയർമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവിഡൻസിനെ ആക്സസ് ചെയ്യുന്നത് ഓത്തറൈസ്ഡ് യൂസേഴ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. സോ ഇഫ് എനിബഡി വിതൗട്ട് അതോറിറ്റി, ഓത്തറൈസ്ഡ് അല്ലാത്ത ഒരു യൂസേഴ്സോ നമുക്കുള്ള ലെവൽ ഓഫ് ഓത്തറൈസേഷനിൽ കൂടുതലായിട്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്ത് ലോഗ് ചെയ്യാനായിട്ട് നമുക്ക് പ്രൊവിഷൻ ഉണ്ട് എന്ന് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് മോണിറ്ററിംഗ്, നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ. ഓരോ ഇൻഡിവിജ്വലും ഇംപ്രോപ്പർലി സിസ്റ്റം യൂസ് ചെയ്യുന്നതും മെയിൻ്റനൻസിന്റെ ഡ്യൂറേഷനിലും
ഓത്തറൈസ്ഡ് യൂസേഴ്സിന്റെ ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്ത് ലോഗ് ചെയ്യാനായിട്ട് പ്രൊവിഷൻ ഉണ്ട് എന്ന് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ. മൂന്നാമത്, എനിവൺ യൂസിങ് ദ സിസ്റ്റം, ആരാണേലും സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി മോണിറ്റേർഡ് ആണ് എന്നുള്ളത് അവർ അറിഞ്ഞിരിക്കുന്നുണ്ട്. ദേ ഷുഡ് കൺസെന്റ് ടു സച്ച് മോണിറ്ററിങ്. ആൻഡ് ഇഫ് അറ്റ് എനി ലേറ്റർ സ്റ്റേജ് ഈ മോണിറ്റർ ചെയ്ത ഡേറ്റ വെച്ചിട്ട് എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ആരെങ്കിലും ഈവൻ പേഴ്സണൽ ആയിട്ടുള്ള എന്നുവെച്ചാൽ ഉള്ളിൽ ഓത്തറൈസ്ഡ് യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ചെയ്തിട്ടുണ്ടോ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഡേറ്റ ആവശ്യമുണ്ടെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റിന് കൊടുക്കാൻ പറ്റേണ്ടതാണ് എന്ന് അവരും അറിഞ്ഞിരിക്കാം. ഓക്കെ. അതാണ് ലീഗൽ റിക്വയർമെന്റ്സ് ഓഫ് ഈ പ്രിസർവിങ് ആൻഡ് കളക്ടിങ് ഡേറ്റ. ഇനി ദ എവിഡൻസ് കളക്ഷൻ പ്രൊസീജിയർ, ഇന്നലെ നമ്മൾ ഇതിൽ പല കാര്യങ്ങളും ഓൾറെഡി കണ്ടതാണ്. സോ വി ജസ്റ്റ് ഡൂയിങ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദാറ്റ്. നമ്മൾ ഫസ്റ്റ് എവിഡൻസ് കളക്ഷൻ പ്രൊസീജിയറിൽ ആരാണ് ഈ ഇൻസിഡന്റ്, ഒരു പ്രശ്നം ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, along വിത്ത് ടൈം, ഡേറ്റ് ആൻഡ് സർക്കംസ്റ്റൻസ് സറൗണ്ടിങ് ദ സസ്പെക്റ്റഡ് ഇൻസിഡന്റ്. ഓക്കെ. അതിനുശേഷം ആദ്യത്തെ ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു അസസ്മെന്റ് നടന്നിട്ടുണ്ടാവുമല്ലോ ഇൻസൈഡ് ദ കമ്പനി ഓർ ബൈ ഇൻഡിവിജ്വൽ സെയിങ് ദാറ്റ് ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇനീഷ്യൽ അസസ്മെന്റിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള എല്ലാ ആൾക്കാരുടെയും നെയിംസും അവരുടെ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ദെൻ ദി കേസ് നമ്പർ, ഓരോ ഇൻവെസ്റ്റിഗേഷന്റെ കൂടെ ഒരു ഐഡന്റിഫയിങ് നമ്പർ ഉണ്ടാവും കേസിന്, ആ ഇൻസിഡന്റിന്. ആ കേസ് നമ്പർ പ്രോപ്പറായിട്ട് നമ്മൾ ലോഗ് ചെയ്ത് വെച്ചിരിക്കണം. റീസൺസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ലോഗ് ചെയ്ത് വെച്ചിരിക്കണം. അത് കൂടാതെ ഏതെല്ലാം സിസ്റ്റംസ്, ഇലക്ട്രോണിക് സിസ്റ്റംസ്, കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണോ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷനിലൂടെ കൂടെ അതിൻ്റെ ലിസ്റ്റ് വേണം. ആ ലിസ്റ്റ് മാത്രമല്ല, കോൺഫിസ്കേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഐഡന്റിഫയിങ് ടാഗ് നമ്പർ അതിന് കൊടുത്തിട്ടുണ്ടാകും, എവിഡൻസ് ടാഗ് നമ്പർ. ആ നമ്പറും ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇനി ഇൻഡിവിജ്വൽ പാർട്സ് ആയിട്ട് സെപ്പറേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ ലിസ്റ്റിലും ഉണ്ടായിരിക്കണം, സ്പെക്ക് ഉണ്ടായിരിക്കണം, ടാഗ് നമ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇത് കൂടാതെ നെറ്റ്വർക്കിലാണെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രാംസ് ഉണ്ടായിരിക്കണം. ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആ സിസ്റ്റത്തിൽ ഓരോ സിസ്റ്റത്തിലും റൺ ചെയ്യുന്നുണ്ടായിരുന്നു അറ്റ് ദ ടൈം ഓഫ് കോൺഫിസ്കേഷൻ ഓർ അറ്റ് ദ ടൈം ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട്, അത് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഇഫ് ദർ ആർ പോളിസീസ് റിലേറ്റഡ് ടു അസസിങ് ആൻഡ് യൂസിങ് ദ സിസ്റ്റം, എന്ന് വെച്ചാൽ ഓൾറെഡി ഇൻ പ്ലേസ് ആയിട്ട് കമ്പനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ പോളിസീസിന്റെ കോപ്പി നമുക്ക് ഉണ്ടായിരിക്കണം. ആരൊക്കെയായിരുന്നു അഡ്മിനിസ്ട്രേറ്റേഴ്സ്, റെഗുലർ മെയിൻ്റനൻസ് ചെയ്യുന്നവർ, അവരുടെ ഒക്കെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് ദർ ഷുഡ് ബി എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ദ സ്റ്റെപ്സ് ദാറ്റ് വി ഹാവ് യൂസ് ടു കളക്ട് ആൻഡ് അനലൈസ് എവിഡൻസ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്തോണം, ഈ ലിസ്റ്റിന്റെ കൂടെ തന്നെ ഡേറ്റ് ഉണ്ടായിരിക്കണം, ടൈം ഉണ്ടായിരിക്കണം ഓഫ് ഈച്ച് ടാസ്ക്, ഓരോ ടാസ്കിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം, ആരാണ് ആ ടാസ്ക് പെർഫോം ചെയ്തത്, ആ ടാസ്ക് എവിടെ വെച്ചിട്ടാണ് ചെയ്തത്, ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സ് എന്തൊക്കെയായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. ഓക്കെ. ഇത് കൂടാതെ ഈ കളക്ട് ചെയ്ത എവിഡൻസിനെ ആക്സസ് ചെയ്യാനായിട്ട് ആർക്കൊക്കെ പെർമിഷൻ ഉണ്ടായിരുന്നു, എന്ത് പെർമിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിനെയാണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അത് ചെയ്യുമ്പം ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ കൃത്യമായിട്ട് ഡേറ്റും ടൈമും ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഇസ് സ്റ്റോറേജ് ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ. 4 കാര്യങ്ങളാണ്. ദ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് അനാലിസിസ് മസ്റ്റ് ബി stored, tools that were used to perform the analysis, method of analysis and results of the analysis. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ റിപ്പോർട്ടിൽ എവിഡൻസ് അനാലിസിസ് കഴിയുമ്പോൾ ഈ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് കമ്പ്യൂട്ടർ ഇൻവെസ്റ്റിഗേഷൻസ്. ഓക്കെ. ജസ്റ്റ് കാരണം ഈ 2 ടോപ്പിക്ക് ചെറിയ ടോപ്പിക് ആയതുകൊണ്ട് അടുത്ത ടോപ്പിക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്. സോ ഹൗ ടു പ്രിപ്പയർ എ കമ്പ്യൂട്ടർ ഇൻവെസ്റ്റിഗേഷൻ, എന്താണ് ഫോറൻസിക് പ്രൊഫഷണൽ ചെയ്യുന്നതെന്നുള്ളത് ഫസ്റ്റ് ക്ലാസ്സിലെ നമ്മൾ നോക്കിയായിരുന്നു. നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുവാണ് ടു പ്രൂവ് ദാറ്റ് സം ക്രൈം ഹാസ് ഹാപ്പൻഡ്.
ഓക്കെ, ഇനി ഈ കളക്ട് ചെയ്യുന്ന എവിഡൻസ് കോർട്ടിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്, ഓർ ടു ഹെൽപ്പ് സം കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓർ ഇൻക്വയറി. ഓക്കെ, സോ രണ്ട് കാര്യങ്ങളാണ്, വി ഇൻവെസ്റ്റിഗേറ്റ് ദ സസ്പെക്ട്സ് കമ്പ്യൂട്ടർ ആൻഡ് പ്രിസർവ് ദി എവിഡൻസ് ഓൺ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, സോ അതിന് ചെയ്യുന്നത് ഒരു അക്സെപ്റ്റഡ് പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്ത് പ്രിപ്പയർ ചെയ്യും കേസ്, ആൻഡ് വി വിൽ കീപ് പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ചെയിൻ ഓഫ് കസ്റ്റഡി. ഓക്കെ, ഇനി ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടർ ക്രൈം. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പലതരം ഇൻഫർമേഷൻ ഈ ക്രൈം നടന്നതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, വിച്ച് ക്യാൻ ഹെൽപ്പ് ലോ എൻഫോഴ്സ്മെന്റ്. ഒന്ന്, ചെയിൻ ഓഫ് എവൻസ്, ലോഗ്സ് ഓട്ടോമാറ്റിക്കലി പലയിടത്തും ലോഗായി കിടക്കുന്നുണ്ട്, സോ അത് കണ്ടുപിടിക്കാനായിട്ട് ലോ എൻഫോഴ്സ്മെന്റിനെ സഹായിക്കുന്നു. അടുത്തത്, എവിഡൻസ് ദാറ്റ് ക്യാൻ ലീഡ് ടു കൺവിക്ഷൻ ക്യാൻ ഓൾസോ ബി ദെയർ ഫൗണ്ട് ഇൻ എ കമ്പ്യൂട്ടർ. ഓക്കെ, പ്രോപ്പർ പ്രൊസീജിയർ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഈ എവിഡൻസ് കോർട്ടിൽ പ്രസന്റബിൾ ആയിരിക്കത്തുള്ളൂ. സോ ഓൾട്ടറബിൾ ആയിട്ടുള്ള എവിഡൻസ് ആണ് എന്ന് എപ്പോഴും ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സിന് ആ ഒരു ചിന്തയുണ്ടായിരിക്കണം. സോ അറിയത്തില്ലാത്തവർ ഒരിക്കലും എവിഡൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പാടില്ല, കാരണം ഇറ്റ് ക്യാൻ ചേഞ്ച്, alter the evidence and it will not be presentable later on in court. Okay, now examining computer crime overview ആണ് നമ്മൾ നോക്കുന്ന. ഒരു കമ്പ്യൂട്ടർ ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയുടെ പോളിസി വയലേഷൻ നടന്നു എങ്കിൽ, ഓക്കെ, എന്താണ് പോളിസി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എനി മിസ്യൂസ് ഓഫ് റിസോഴ്സസ് ദാറ്റ് ക്യാൻ കോസ്റ്റ് മണി ടു ദ കമ്പനി ഇസ് എ കമ്പനി പോളിസി വയലേഷൻ. ദാറ്റ് ക്യാൻ ഇൻക്ലൂഡ് അനാവശ്യമായിട്ടുള്ള ഇന്റർനെറ്റ് സർഫിംഗ്, പേഴ്സണൽ ഇമെയിൽസ് ഈ കമ്പനി ടൈമിൽ സെൻഡ് ചെയ്യുക, യൂസിങ് കമ്പനി റിസോഴ്സസ് ഫോർ പേഴ്സണൽ ടാസ്ക്, അങ്ങനെ പല കാര്യങ്ങൾ ക്യാൻ ബി ദെയർ ഇൻ ദ പോളിസി വയലേഷൻ. ഓക്കെ, അതിന് നമ്മൾക്ക് ഇത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് എല്ലാ കാര്യത്തിനും ആവശ്യമാണ്. സോ സ്റ്റെപ്സ് ഫോർ ദ പ്രോബ്ലം സോൾവിങ് ഇൻ ജനറൽ ആർ: ഒന്ന്, ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്യുക ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് കേസ് ആണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്യുക. അതിനുശേഷം ഒരു പ്രിലിമിനറി ഡിസൈൻ ആൻഡ് അപ്രോച്ച് ടു കളക്ട് ദ എവിഡൻസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാം. ദെൻ ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് ചെക്ക് ലിസ്റ്റ്, എവിടെ നിന്നൊക്കെയാണ് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ എവിടെയാണ് ആ എവിഡൻസ് കിടക്കുന്നതെന്നുള്ള ആൻഡ് എന്ത് റിസോഴ്സസ് ആണ് നമുക്കത് കളക്ട് ചെയ്യാൻ ആവശ്യമുള്ളത്. ടു ഡിറ്റർമിൻ ദ റിസോഴ്സസ്. ദെൻ ഒബ്റ്റെയിൻ എ കോപ്പി ഓഫ് ദി എവിഡൻസ് എവിടെയാണോ എവിഡൻസ് കിടക്കുന്നത് അത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ട് അതിന്റെ കോപ്പിയിലാണ് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഒബ്റ്റെയിൻ ആൻഡ് കോപ്പി ആൻഡ് എവിഡൻസ് ഡിസ്ക്രൈബ്. ഐഡന്റിഫൈ ദ റിസ്ക്സ്, നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകളിൽ നിന്നും എന്ത് റിസ്കുകളാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് മിനിമൈസ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് പ്രയർ ആയിട്ട് തന്നെ നമ്മൾ എടുത്തിരിക്കണം. ദെൻ നമ്മളുടെ ആ ഇൻവെസ്റ്റിഗേഷൻ ഡിസൈനിനെ നമ്മൾ നേരത്തെ പ്രിലിമിനറി ഡിസൈൻ ആൻഡ് അപ്രോച്ച് നമ്മൾ ഡിറ്റർമിൻ ചെയ്തല്ലോ, അതിനെ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അനലൈസ് ആൻഡ് റിക്കവർ ദ ഡിജിറ്റൽ എവിഡൻസ്, ഇൻവെസ്റ്റിഗേറ്റ് ദ ഡേറ്റ, ദാറ്റ് ഇസ് അനലൈസ് ചെയ്യുക, ഡേറ്റ കളക്ട് ചെയ്ത ഡേറ്റയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് കേസ് റിപ്പോർട്ടിനെ നമ്മൾ സബ്മിറ്റ് ചെയ്യാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത ഈ എല്ലാ സ്റ്റെപ്സിനെയും വീണ്ടും റീവിസിറ്റ് ചെയ്യുക. അതിനെയാണ് ക്രിട്ടിക്കിംഗ് ദ കേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, നമ്മൾ വേറെ എന്തെങ്കിലും മിസ് ചെയ്തോ, ചെയ്യാനായിട്ടുണ്ടായിരുന്നോ, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ക്രിട്ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. സോ ദീസ് ആർ ദി ജനറൽ സ്റ്റെപ്സ് ദാറ്റ് ആർ used for collecting evidence for a particular computer crime. Now, assessing the case. Systematically outline the case details. ഒരു കേസ് അസസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അസസിങ് ദ കേസ് ആണ്, ഇനിഷ്യൽ അസസ്മെന്റ്. ഓക്കെ, കേസ് അസസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, സിറ്റുവേഷൻ എന്താണ്. രണ്ട്, നേച്ചർ ഓഫ് ദ കേസ് എന്താണ്. ഓക്കെ, ഇനി എന്തെങ്കിലും സ്പെസിഫിക്സ് ഉണ്ടെങ്കിൽ ആ സ്പെസിഫിക്സ് ഓഫ് ദ കേസ്. ഓക്കെ, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് എവിഡൻസ് ദാറ്റ് വി ആർ ഹോപ്പിംഗ് ടു കളക്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, ഡിസ്കിന്റെ ഫോർമാറ്റ് ഏതാണ്, ലൊക്കേഷൻ ഓഫ് എവിഡൻസ് എവിടൊക്കെ ആയിരിക്കും. ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഔട്ട്ലൈൻ ആണ്, കേസിന്റെ ഔട്ട്ലൈൻ ആണ്. ഓക്കെ, ഇനി ഈ കേസ് ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അതിനാണ് ടൈപ്പ് ഓഫ് എവിഡൻസ് ഉപയോഗിക്കുക
ആ എവിഡൻസിനനുസരിച്ച് എന്ത് ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ആൻഡ് വെദർ എനി സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണെങ്കിൽ അതിനാവശ്യമായ ഡീറ്റെയിൽസും നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യാൻ ആവശ്യമായ ഡീറ്റെയിൽസും നമ്മൾ ലിസ്റ്റ് ചെയ്യാം. Okay, then we are planning our investigation. So you can see over here, preliminary design or approach, detailed checklist, അതൊക്കെ പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. So planning your investigation should have the following activities. ഒന്ന്, കോപ്പി എടുക്കുക ഓഫ് ദി, എവിടെയാണ് എവിഡൻസ് കിടക്കാൻ ചാൻസ് ഉള്ളത് അതിന്റെ കോപ്പി എടുക്കുക. സോ അക്വയർ ദി എവിഡൻസ്, കംപ്ലീറ്റ് ആൻ എവിഡൻസ് ഫോം എന്ന് വെച്ചാൽ ഡോക്യുമെന്റേഷൻ കൂടെ ചെയ്ത് പോവുക. സോ കംപ്ലീറ്റ് ആൻ എവിഡൻസ് ഫോം ആൻഡ് എസ്റ്റാബ്ലിഷ് എ ചെയിൻ ഓഫ് കസ്റ്റഡി. അത് കഴിഞ്ഞാണ് ട്രാൻസ്പോർട്ടിംഗ് ദ എവിഡൻസ് ടു എ ഫോറൻസിക് ലാബ്. എന്നിട്ട് ആ ലാബിൽ എവിഡൻസിനെ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. സോ അപ്രൂവ്ഡ് സെക്യൂർ കണ്ടെയ്നറിൽ ആ എവിഡൻസിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, പിന്നെ നമ്മൾ കോപ്പിയിലാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തു. നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഒരു ഫോറൻസിക് വർക്ക് സ്റ്റേഷനിലായിരിക്കണം. സോ ദാറ്റ് നമ്മൾ ആ ഡേറ്റയെ കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ എ ഫോറൻസിക് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒബ്റ്റെയിൻ ദി ആക്ച്വൽ എവിഡൻസ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ സെക്യൂർ കണ്ടെയ്നേഴ്സ്. മേക്ക് എ നേരത്തെ എവിഡൻസ് നമ്മൾ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് എവിഡൻസ് അക്വയർ ചെയ്ത് കോപ്പി ഉണ്ടാക്കി തിരിച്ച് ഈ സെക്യൂർ കണ്ടെയ്നറിലേക്ക് തന്നെ ഒറിജിനൽ എവിഡൻസിനെ റിട്ടേൺ ചെയ്യുക. എന്നിട്ട് ഈ കോപ്പിയുടെ എവിഡൻസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഫോറൻസിക് ടൂൾസ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യും. സോ നമ്മൾ ആ കോപ്പീസ് ഓഫ് കോപ്പിയിൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്ന ആ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റെപ്സ് ആണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഇനി ഓരോ പ്രാവശ്യം എവിഡൻസുമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങൾ ചെയ്താലും എവിഡൻസ് കസ്റ്റഡി ഫോം നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം. ഓക്കെ, എവിഡൻസ് കസ്റ്റഡി ഫോം എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആ ഒറിജിനൽ എവിഡൻസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആൻഡ് ആ ഒറിജിനൽ എവിഡൻസ് ആരൊക്കെ ഹാൻഡിൽ ചെയ്തോ, എന്തൊക്കെ ചെയ്തോ, എപ്പോൾ ചെയ്തു, അങ്ങനത്തെ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. അതിന് 2 തരം ഫോമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്ന്, സിംഗിൾ എവിഡൻസ് ഫോം. ഒരു ഫോമിൽ തന്നെ എല്ലാ പീസ് ഓഫ് എവിഡൻസും സെപ്പറേറ്റ് പേജിൽ നമുക്ക് ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എവിഡൻസ് ഫോം. ഓക്കെ, മൾട്ടിപ്പിൾ എവിഡൻസ് ഫോം ആണെന്നുണ്ടെങ്കിൽ ഓരോ പീസ് ഓഫ് എവിഡൻസിനും സെപ്പറേറ്റ് ഫോം നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതെങ്കിലും എന്താണോ അവിടുത്തെ ലോക്കൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ മെത്തേഡ് പോളിസി, അതിനനുസരിച്ച് ഇത് ഏതാണോ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് സെക്യൂറിങ് യുവർ എവിഡൻസ്. സെക്യൂറിങ് യുവർ എവിഡൻസ് തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. Okay, so with this, I'm going to stop today's lesson. Thank you.